സ്നേഹം ദൈവഭാവം കുടുംബം ദൈവദാനം അതിലെന്നും നമ്മൾ വളരാൻ ഉള്ളിൽ നിറയണം സ്നേഹക്കൂടാരം 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 സ്നേഹക്കൂടാരം. റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ കല്ലേലി ബെൽജിയം ലുവീൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുടുംബ ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി 11 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപത കുടുംബ പ്രേക്ഷിത കേന്ദ്ര ഡയറക്ടർ എന്ന നിലയിൽ വ്യത്യസ്ത കുടുംബ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകുകയും റീലൈറ്റ് യൂട്യൂബ് ചാനലിലൂടെ കുടുംബ ബന്ധങ്ങൾക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്ത അച്ഛൻ ഇപ്പോൾ മംഗലപ്പുഴ സെമിനാരി അധ്യാപകനായി ശുശ്രൂഷ ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പ് കൂടുതൽ വ്യക്തമാക്കുന്ന സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദമ്പതിമാരോടൊപ്പം സ്വാഗതം ചെയ്യാം ഫാദർ അഗസ്റ്റിൻ കല്ലേലി. സ്നേഹക്കൂടാരം ഫാമിലി ബീറ്റ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ മദ്യപാനം എന്ന് പറയുന്ന വിപത്തിനെ എപ്രകാരം അതിജീവിക്കാം എന്നുള്ള ചർച്ചകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് മദ്യപാനം വഴി വരാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ എന്താണ്. മദ്യപാനം കുറച്ച് നാൾ ഉണ്ടാവുകയും എന്നാൽ പിന്നീട് അതിനെ അതിജീവിക്കുകയും ചെയ്ത വ്യക്തികളാണ് നമ്മളോടൊപ്പമുള്ളത്. അവരുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? സജിമോൻ. സജിമോൻ. ഷീജ. ഷീജ എവിടുന്ന് വരുന്നു? പുഷ്പഗിരി. പുഷ്പഗിരി. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മുടെ ഈ ഷോയിലേക്ക് സ്വാഗതം. പേര്? ഷാജു. ഷാജു. ദേവഗിരി. ദേവഗിരി. ഓക്കെ. എന്റെ പേര് മരിയ. മരിയ. ദേവഗിരി. ദേവഗിരി തന്നെ വരുന്നു. ഓക്കെ, ഗുഡ്. എത്ര വർഷമായി മദ്യപാനം നിർത്തിയിട്ട്? 16 വർഷമായി. 16 വർഷമായി. മുഖത്തല്ല പുഞ്ചിരിയൊക്കെ ഉണ്ടല്ലോ. കൊള്ളാം കേട്ടോ. പ്രത്യേക സ്വാഗതം നിങ്ങൾക്ക് രണ്ടുപേർക്ക് കേട്ടോ. നിങ്ങളുടെ പേര്? എന്റെ പേര് തങ്കപ്പൻ. തങ്കപ്പൻ. സ്ഥലം അടിച്ചിരി. അടിച്ചില്ലേ? ഓക്കെ. ചേച്ചിയുടെ പേരോ? എന്റെ പേര് മണി. മണി. അടിച്ചിലി. അടിച്ചില്ലേ അല്ലേ? എത്ര വർഷമായി മദ്യപാനം നിർത്തിയിട്ട്? 7 വർഷം കഴിഞ്ഞു. 7 വർഷം. 8ാമത്തെ വർഷം 8ാമത്തെ വർഷത്തിലേക്ക് തുടങ്ങാണ് അല്ലേ? സന്തോഷമാണ്. സന്തോഷമാണ്. ഓക്കെ, നമ്മുടെ ഈ ഷോയിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം. യെസ്. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ജോസി തൂമ്പാക്കോട്. ജോസി ഫ്രം തൂമ്പാക്കോട്. ഓക്കെ. എന്താ പേര്? ഷൈനി. ഷൈനി. ഓക്കെ. എത്ര വർഷമായി മദ്യപാനം 21 വർഷം നിർത്തിയിട്ട്? ഓക്കെ. അതാണ് ഈ മുഖത്ത് നല്ല ഒരു പ്രകാശമൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, നമ്മുടെ ഈ ഷോയിലേക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പത്തെ ഷോയിൽ നമ്മൾ കണ്ടത് ഈ മദ്യപാനത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്ന സാഹചര്യങ്ങൾ, അതിൻ്റെ കാരണങ്ങളാണ്. എന്നാൽ ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഈ മദ്യപാനം വഴി വരുന്ന നഷ്ടങ്ങൾ എന്താണ്. അവർ കടന്നു പോകുന്ന നഷ്ടങ്ങളുടെ കഥയുണ്ട്. ആ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് ഇവരുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. യെസ്, ജോസി, ഈ മദ്യം കഴിക്കുന്ന വഴി എന്തെങ്കിലും നേട്ടമുണ്ടോ? അതിൽ ഒരുപാട് നഷ്ടങ്ങളാണ് നമുക്ക് സംഭവിക്കുന്നത്. അതെ അല്ലേ? കുറച്ച് എന്തെങ്കിലും ലാഭം ഒഴിച്ചാൽ വേറെ ഒന്നുമില്ല. ലാഭം മീൻസ് വേറെ ഒന്നല്ല, ഞാൻ പറഞ്ഞ വെച്ചാൽ ഒന്ന് ആക്റ്റീവ് ആവാനുള്ള ഒരു പവറേജ് ഈ മദ്യത്തിൽ നിന്ന് കിട്ടുന്നതല്ലാതെ ഒരു കിക്ക് കിട്ടും. ഉറക്കം നടക്കും. നമ്മളൊന്ന് ഉറക്കം നടക്കും, കൂടാതെ ഒന്ന് ആക്റ്റീവ് ആവാനായിട്ട് ഇതൊഴിച്ചാൽ വലിയൊരു വൻ നഷ്ടമാണ് നമുക്ക് ഇതിൽ സംഭവിക്കുന്നത്. ഒരു മദ്യപാനിക്ക് മദ്യം കൊണ്ട് മാത്രമല്ല നഷ്ടം വരുന്നത്. അവനൊരു മദ്യം കഴിച്ചാൽ ഏറ്റവും മാക്സിമം 1 ലിറ്റർ കഴിക്കും. അത് വേണമെങ്കിൽ ഒരു ഇന്നത്തെ വില അനുസരിച്ച് ഒരു 1200 രൂപയുടെ ഒരു ലിറ്റർ ആവും. വിദേശ മദ്യത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ? അതുണ്ടെങ്കിൽ പോലും ഒരു 1000-1200 കൊണ്ടൊക്കെ നമുക്കിപ്പോൾ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ഒരു നഷ്ടത്തെക്കാൾ ഉപരി അവന്റെ വേറൊരു രീതിയിലുള്ള നഷ്ടമാണ് എന്റെ കാഴ്ചപ്പാടിലുള്ളത്. ഇപ്പൊ നമ്മൾ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 ലക്ഷം രൂപയുടെ മുതൽ നമ്മൾ 4 ലക്ഷക്കും 8 ലക്ഷം രൂപയ്ക്ക് പോയി വാങ്ങിക്കുന്ന ഒരു ബിസിനസ് മൈൻഡ് അവനിലേക്ക് കയറി വരും. ഒരു രീതിയിൽ, അതായത് കാര്യങ്ങൾ വ്യക്തമായി വിലയിരുത്താനുള്ള കഴിവ് അവന്റെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. രണ്ടാമതൊരു കാര്യം നമ്മൾ വെച്ചാൽ ബാറുകളിലൊക്കെ മുന്നിൽ നമ്മൾ കാണാറില്ലേ, ഏത് ഈ ചുരിദാറ് അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ വെച്ച് വിൽക്കുന്നതും കുറെ അഴുകിയ മീനും വെച്ച് വിൽക്കുന്ന ഒരു രംഗം അച്ഛനിപ്പോ റോഡിലൊക്കെ പോയി നമുക്ക് എല്ലാവർക്കും കാണാവുന്ന ഒരു സംഭവമാണ്. ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാട് പറയണേ, ഞങ്ങൾ ബാറിലേക്ക് പോകുമ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല. ബാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴായിരിക്കും നമ്മുടെ അടുത്ത ശ്രദ്ധ, ഓ ഭാര്യയ്ക്കൊരു നൈറ്റും ഇല്ലല്ലോ. നമ്മൾ ഈ ബാറിലേക്ക് പോകുമ്പോ കുടുംബത്തെ കുറിച്ച് ഒരു ചിന്തയില്ല, ഭാര്യ മക്കൾ, ആ ചിത്രം നമ്മുടെ മനസ്സിലേ വരില്ല.
അപ്പോഴായിരിക്കും നമുക്ക് ഭാര്യയോടുള്ള സ്നേഹം അപ്പാണ്ട് മൂക്കാണല്ലോ. അപ്പോൾ ഉടനടി നമ്മൾക്ക് ഒരു ഒറ്റ ചിന്തയാണ്, ഒരു നൈറ്റ് വാങ്ങിച്ചാൽ ഭാര്യയുടെ നൈറ്റിയുടെ അളവൊന്നും നമുക്ക് അറിഞ്ഞിട്ടല്ല വാങ്ങിക്കണേ. നമ്മൾ കിട്ടിയ ഒരു നൈറ്റ് 2 നൈറ്റ് 3 നൈറ്റ് ഒരുമിച്ചുകൊണ്ട് വാങ്ങിക്കും. കൂടാതെ അവിടെ നിന്ന് തൊട്ടെടുത്തെടുക്കുന്ന ചീഞ്ഞ മീൻ എന്താണോ ചീഞ്ഞതാണോ നല്ലോണം നമുക്ക് വേർതിരിച്ചറിയാനുള്ള ബുദ്ധി നമ്മൾ നഷ്ടപ്പെട്ടേക്കാണ്. ഈ മദ്യം കഴിച്ച് ചെല്ലുമ്പോ ഭാര്യ കുറ്റം പറയാതിരിക്കാനാണോ ഈ അതുമുണ്ട്. പിന്നെ ഒരു സ്നേഹം സെന്റിമെന്റ്സ് കൂടുതലാണ് ആ ടൈമിലൊന്ന് കയറി വരും. അപ്പൊ നമ്മൾ അവിടെ നിന്ന് 2 കിലോ മീനും മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനല്ല അവിടെ എത്തണേ. അതായത് നൈറ്റ് പാകാവൂല, മീനോട്ട് വെച്ച് കഴിക്കാൻ പറ്റിയ രീതി ഉണ്ടാവില്ല, രണ്ടും വേസ്റ്റ്. ഞാൻ സാമ്പത്തിക നഷ്ടം ആ രീതി കൂടെ ചെറുത് പോകും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിലൊക്കെ ഓടിപ്പിടിച്ച് വണ്ടി ഡ്രൈവർ എന്നുള്ള ഒരു 4 വണ്ടി എനിക്കുണ്ടായിരുന്നു. സ്കൂൾ വണ്ടിയും ടൂറിസ്റ്റ് മേഖലയ്ക്കായിട്ട് എന്നെ അറിയുന്നവർക്ക് അറിയാൻ പറ്റും അതൊക്കെ. അപ്പൊ ആ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് വീട്ടിലിട്ട് അതിനൊക്കെ ലോണിലൂടെയാണ് നമ്മളിത് എടുക്കണേ. സാമ്പത്തികം കയ്യിലുണ്ടായിട്ട് എടുക്കുന്നതല്ല. ഈ കുടിച്ച് പറയാം ആ വണ്ടി നല്ല ലാഭമാണല്ലോ, ഉടനടി പോയി ആ വണ്ടി എടുത്തു, ആ വണ്ടി കൊണ്ടുവന്ന് വിട്ടിട്ടു, അതിട്ടോടി ഇതിട്ടോടി ഒന്നും കിട്ടില്ല. ചിന്ത ഇതിനൊക്കെ കംപ്ലൈന്റ് വരും. അപ്പൊ നമ്മൾ മറ്റുള്ളവർ വെച്ച് ഇതൊക്കെ പണിത് കാശ് മുഴുവൻ കാട്ടിക്കളയും. അതിനുശേഷം അതൊന്നും നികത്താൻ പറ്റാത്ത രീതിയിലേക്ക് വരുമ്പോ നമ്മൾ മദ്യപാനത്തിന് ഫുൾ അഡിഷൻ ആവും. അതായത് 4 പെഗ് അടിച്ചവൻ 8 പെഗിലേക്ക് പോകും. സങ്കടം പണം പോണ്, പിന്നെ ഒന്നും നേടാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരത്തിലുള്ള 4 വണ്ടി ഉണ്ടായിരുന്നു. 4 വണ്ടിയിൽ 2 വണ്ടി CC-കാരും കൊണ്ടുപോയി, 1 വണ്ടി ഫോറസ്റ്റ് പിടിച്ചുകൊണ്ടുപോയി. അത് ശരി, വിറ്റ് ഒരു വണ്ടി ഫോറസ്റ്റ് പിടിച്ചു, അടുത്തൊരു വണ്ടി വീട്ടിൽ കിടന്നു. അപ്പൊ കല്യാണം അതിന്റെ ഉള്ളിക്കൂടെയാണ്, ഈ മദ്യത്തിന്റെ ഉള്ളിക്കൂടെയാണ് കല്യാണം നടക്കുന്നത്. അപ്പൊ കല്യാണം നടന്നു കഴിയുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, 0 ആണ് ശരിക്കും പറഞ്ഞത്. എന്നാ നടക്കണ കണ്ടാലോ വലിയ സെറ്റപ്പിലാ. കൂടി കഴിഞ്ഞാലും ഞാൻ വളരെ സെറ്റപ്പിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വേണ്ടി. അപ്പൊ എന്റെ ഭാര്യ അങ്ങനെ പെട്ടതാണെന്ന് എനിക്ക് തോന്നണേ. ഇപ്പൊ ഞാൻ ഒരു കാര്യം ഇതിൽ കൂടെ കൂട്ടിച്ചേർക്കണം. ഞാൻ സാധാരണ ഇതില് ചാലക്കുടിയിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ചാലക്കുടി പള്ളിയുടെ ഫ്രണ്ടില് ആ വഴിയിൽ ഇട്ടിട്ടാണ് മദ്യം കഴിക്കുക. കാരണം പോലീസ് അവിടേക്ക് എത്തില്ല. കാരണം വണ്ടി പള്ളിയുമായിട്ടുള്ള റോഡിലാണല്ലോ. അപ്പൊ എന്റെ ഭാര്യ എന്ന് ഉച്ചയ്ക്ക് അവിടെ നിന്ന് കടയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോകും. അപ്പൊ ഭാര്യയുടെ പ്രതീക്ഷ ഇങ്ങനെയാണ്, ഇയാൾ പ്രാർത്ഥിക്കാൻ വരുന്നതായിരിക്കും. ഞങ്ങൾ ചെറിയൊരു ലവ് മാരേജ് ആണ്. അപ്പൊ ഈ ഭാര്യയുടെ പ്രതീക്ഷ ഇങ്ങനെയാണ്, ജോസി പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുള്ള വിശ്വാസത്താൽ ആണ് ഭാര്യ ജോസിയിലേക്ക് ഒരു ആകർഷണം കൂടുതൽ വന്നാണ്. പക്ഷെ സത്യത്തിൽ ഞാൻ അവിടെ ഏറ്റവും എളുപ്പത്തിൽ മദ്യം കഴിക്കാനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചത്. എന്തായാലും അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. കാരണം വണ്ടിയൊക്കെ പോയി. പിന്നെ ഒരു വണ്ടി വീട്ടുമുറ്റത്ത് കിടക്കുന്നുണ്ട്, അതിന് ഫൈനാൻസ് ഉള്ളതാണ്. ഒന്നും ചിന്തിച്ചില്ല, അതിനാണ് പൊളിച്ചു വിറ്റു. എന്ന് വെച്ചാൽ അത്രയ്ക്കും മതപതിച്ചു പോയി. അതിൽ നിന്ന് കിട്ടിയ 14,000 രൂപയ്ക്കാണ് ഞാൻ ഭാര്യ വീട്ടിൽ പോക്കും അങ്ങോട്ട്. ഭാര്യ വീട്ടിൽ അന്ന് പോണത് ഷൂട്ട് കേസിൽ എല്ലാവരും നല്ല ഡ്രസ്സ് കൊണ്ടുപോകുമ്പോൾ ഞാൻ കൊണ്ടുപോയത് 1 ലിറ്റർ ബ്രാൻഡിയാ. എന്റെ ഭാര്യയ്ക്ക് തന്നെ പറയണേ 1 ലിറ്റർ ബ്രാൻഡി. കാരണം എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് തന്നെ അതായിരുന്നു. ഭാര്യ വീട്ടുകാർക്ക് നേരിത് കഴിക്കുള്ളൂ എന്നാണ് അവരുടെ ധാരണ. പക്ഷെ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുറിൽ വരും, അതിന് 2 പെഗ് എടുത്തടിക്കും, ഉഷാറായിട്ട് അവിടെ ചെന്നിരിക്കും. അമ്മായിപ്പനൊന്നും കൊടുക്കൂല. അമ്മായിപ്പന് കൊടുക്കാൻ പറ്റില്ല, പുതുമുടിയാണല്ലോ. അപ്പൊ ആ രീതിയിലേക്ക് കൂടെ പോയി നഷ്ടങ്ങൾ ഒരുപാടായി. ഒന്നുമില്ലാത്ത 0 രീതിയിലേക്ക് എത്തി. കുടുംബത്തെ യാതൊരു രീതിയിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. വൈഫ് ഇട്ടുകൊണ്ടുവന്ന സ്വർണത്തിൽ പരമാവധി എടുത്ത് വിറ്റു. അങ്ങനെ കുടിക്കാൻ തുടങ്ങി. 4 മാസം ഉണ്ടോ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കുടിച്ചിട്ടുള്ളൂ. ഈ 4 മാസം കൊണ്ട് ഞാൻ ഏകദേശം രൂപ ആക്കി. അതിനുശേഷം പിന്നെ എനിക്ക് ഒന്നുമില്ല, ആകെ ഉള്ളത് ഒരു 3 ചക്ര വീലിന്റെ ഒരു വണ്ടി എനിക്ക് മേടിക്കാൻ പറ്റി. മേടിക്കാന്ന് വെച്ചാൽ അത് ലോണിൽ കൂടെ മേടിച്ചു. പിന്നെ ഞാൻ അതിൽ നിന്നാണെന്ന് മോചനം കിട്ടുന്നത്. എനിക്ക് ഒരുപാട് നഷ്ടം. ഫാമിലി, അപ്പൊ നമുക്ക് സാമ്പത്തിക നഷ്ടം വരും. ഫാമിലി, അമ്മയൊന്നും വേണ്ടത്ര രീതിയിൽ എനിക്ക് അന്നേരം നോക്കാനോ സംരക്ഷിക്കാനോ, കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തില് നഷ്ടം വരും, വലിയ നഷ്ടം. അല്ല, പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്, സാമ്പത്തിക നഷ്ടം ഏറ്റവും കൂടുതൽ വരുന്നത് ഈ വക ബുദ്ധിഹീനമായ ചെറിയ പ്രവൃത്തികൾ ചെയ്യുന്നു. പിന്നെ ഭാര്യക്ക് വേണ്ടത്ര രീതിയിൽ നമുക്ക് സ്നേഹിക്കാനോ സഹകരിക്കാനോ ആ സാഹചര്യത്തിൽ പറ്റിയില്ല. ഇവരൊക്കെ അതിൽ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ആ അന്നത്തെ രീതി. ഓക്കെ, യെസ്. അപ്പൊ മദ്യപാനം വഴി ചില നഷ്ടങ്ങളുണ്ട് അല്ലേ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ? ഇത് കൂടാതെ വേറെ എന്തെങ്കിലും? സജിമോൻ എത്ര വർഷം ഈ മദ്യപാനം ഉണ്ടായിരുന്നു? 10 വർഷം. 10 വർഷം റെഗുലറായിട്ട് കഴിച്ചിരുന്നു അല്ലേ? ഒരു മാന്യമായിട്ട് പറഞ്ഞാൽ മാന്യമായിട്ട് കഴിച്ചാണ്. അതെ, നൈറ്റൊക്കെ കഴിക്കും. അത് ശരി, അങ്ങനെ കഴിച്ചിരുന്ന. ഇതുവഴി എന്തെങ്കിലും ഗുണമുണ്ടായോ? ഗുണോ അതിന്റെ മെച്ചമൊന്നും നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇന്ന് മദ്യപിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്ക് സംഭവിച്ചു പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്,
അവരൊരു ഒരു ബെൽറ്റിന്റെ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് പെട്ടുപോവാ. അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ഇറങ്ങി പോരാ, ചങ്ങളെ പൊട്ടിച്ച് പോരല് പറ്റില്ല. അത് ഭയങ്കര കുറെ സ്ട്രെയിൻ ചെയ്യണം. അതുകൊണ്ടാണ് മദ്യപാനം നിർത്താൻ വായോ നമുക്ക് നിർത്തണം എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവർ നേരം വെളുത്തുകൂടി കാണുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയും അവരെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ്. മറ്റുള്ള ഒരു ഗ്രൂപ്പ്, വീട്ടിലുള്ള അമ്മയായാലും ഭാര്യ ആയാലും പെങ്ങന്മാരായാലും അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവര് പറയുന്നത് മദ്യം കഴിക്കരുതെന്ന് പറയുന്നത്. മറ്റവരങ്ങനെയല്ല പറയുന്നത്. നീ വാ പറഞ്ഞടിയാ വാ, ഒരു സിഗരറ്റ്. അപ്പൊ നമുക്ക് ആകെ എൻജോയ്മെന്റ് കിട്ടുന്നത് അവിടെ. ആ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഇറങ്ങി പോരാൻ മനസ്സ് സമ്മതിക്കില്ല. എനിക്ക് പറ്റിയ ഒരു കാര്യം, എന്നെ ഒരു വർഷക്കാലം എൻ്റെ വൈഫും എൻ്റെ പെങ്ങന്മാരും ഒരു വർഷക്കാലം എൻ്റെ പുറകെ നടന്നു. മദ്യപാനം നിർത്ത്. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ട് പോലും ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത്, ഞാനിത് നിർത്തി കഴിഞ്ഞാൽ ഞാൻ ബ്ലാങ്കായി, എനിക്കിനി എവിടേക്ക് എന്താ ചെയ്യാൻ പോകണം, അതിനെ കുറിച്ച് അറിയില്ല. അതാണ് ഇന്നത്തെ ആൾക്കാർക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ട് നമ്മ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയുന്നില്ല. അപ്പൊ അത് മുറുകെ പിടിച്ചിട്ട് നടന്ന് നമുക്ക് ജോലി ചെയ്യുന്ന പണം, അതായത് ഇപ്പൊ ജോഷിയേട്ടൻ പറഞ്ഞതിന്റെ ബാക്കി പറയുകയാണെങ്കിൽ 1000 രൂപയ്ക്ക് ഇന്ന് ജോലി ചെയ്യുന്ന ഒരാള് ഒരു 600 രൂപയുടെ അടുത്ത്, അതായത് രാവിലെ കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, വൈകിട്ട് കഴിച്ച് മരുന്ന് കഴിക്കുന്ന പോലെയാണ്. വൈകിട്ട് പാഴ്സലും വാങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 600-ഉം ബാക്കി പറഞ്ഞ മാതിരി തെങ്ങിൻ്റെ കടയിൽ കൊണ്ടുപോയി കളയാവുന്ന കുറച്ച് പച്ചക്കറിയും കുറച്ച് മീനും, പിന്നെ ഓരോ വിശേഷങ്ങളായ വീട്ടിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനവും വാങ്ങില്ല. ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും വാങ്ങിട്ട് വരുന്നത്. ഇതുള്ള സാധനങ്ങൾ തന്നെ വീണ്ടും വാങ്ങും. അത് നമുക്ക് കഴിച്ചു കഴിയുമ്പോൾ തോന്നാണ് അത് ശരിയല്ലല്ലോ, ഇത് മേടിക്കാം അത് മേടിക്കാം. അപ്പൊ നമ്മുടെ നിലവില് 1000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവൻ ബാക്കി ഒരു 100-300 രൂപയെങ്കിലും വായ്പ വാങ്ങിയിട്ട് വീട്ടിൽ കയറണേ. അത്രയ്ക്ക് ചെലവ്. അപ്പോൾ ഓരോ ദിവസങ്ങൾ കഴിയുന്നതോറും കടം കൂടി വരുള്ളൂ. ഈ കടം കൂടി വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പിന്നെ ഇതിന് നമുക്ക് കയറി വരാനുള്ള ആ ഒരു മനസാന്നിധ്യം ഒരിക്കലും ഉണ്ടാവില്ല, കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ഏതായാലും പെട്ടു, ഇനിയിപ്പോ ഇങ്ങനെ തന്നെ പോട്ടെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി ഒരു ലാഭവും നമുക്കില്ല, ഒരു ലാഭവും എല്ലാം നഷ്ടങ്ങൾ തന്നെയാണ്. ശരിക്കും സമൂഹത്തിന്റെ മുമ്പിലും കുടുംബത്തിന്റെ മുമ്പിലൊക്കെ നമ്മൾ അവഗണിക്കപ്പെട്ടു പോകും. അതായത് സാമ്പത്തികമായിട്ട് നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അതൊന്നും നടത്താൻ നമുക്ക് പറ്റില്ല. നമ്മള് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകും. അതിനുള്ള മാനസിക സ്ഥിതി നമുക്കില്ല. നമുക്ക് എത്ര സ്കില്ലുണ്ടെന്ന് പറഞ്ഞാലും അതിനെ അത്ര കറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള കഴിവ് നമ്മളെ നഷ്ടപ്പെട്ടു പോകും. തന്നെയാണത്. ഓക്കെ, യെസ്, കൊള്ളാം ജോസി. എന്ത് തോന്നുന്നു ഷാജുവിന്റെ അഭിപ്രായത്തിൽ എത്ര വർഷം ഉണ്ടായി മദ്യപാനം? 24 വർഷം മദ്യപിച്ചു. അപ്പൊ ജൂബിലി ആഘോഷിക്കാൻ നിന്നില്ല? അതിനു മുമ്പ് അല്ല, അത് അങ്ങനെ ആഘോഷിക്കാൻ നിന്ന ചിലരൊക്കെ നഷ്ടപ്പെടുമായിരുന്നു. ചിലർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു. ഓക്കെ, ഈ 24 വർഷം മദ്യം കഴിച്ചിട്ട് എന്തെങ്കിലും ഗുണം ഷാജുവിനുണ്ടായോ? എനിക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. എൻ്റെ ശരീരമൊക്കെ നഷ്ടപ്പെട്ടു. 62 കിലോ തൂക്കത്തിൽ നിന്ന് 49 കിലോ തൂക്കത്തിലായി. ശാരീരിക ആരോഗ്യം നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുല്ലില് കിടന്ന വെള്ളരിക്ക ആ രീതിയിലായി പോയായിരുന്നു. പുല്ലിൽ കിടന്ന വെള്ളരിക്ക അത്രയ്ക്ക് ക്ഷീണിച്ചു വിളറി അത്ര പരുവായി. ഇപ്പൊ കണ്ട നല്ല പ്രകാശം. ഞാൻ ഒരു വോളിബോൾ പ്ലെയർ ആയിരുന്നു, കളിക്കായിരുന്നു, ടീമിനൊക്കെ വേണ്ടി കളിച്ചുകൊണ്ട് നടന്നതാ. അപ്പൊ അതിൽ നിന്നൊക്കെ ഈ മദ്യപാനത്തിൽ പെട്ടാണ് എന്റെ എല്ലാം പതുക്കെ താഴേക്ക് പോകുന്നത്. ശാരീരിക ആരോഗ്യം നഷ്ടപ്പെട്ടു. ഞാൻ ഒരാഴ്ച പണിയെടുക്കും, കോതമംഗലം MA കോളേജിലൊക്കെ പണിയെടുക്കുമ്പോ അവിടെ ഒരാഴ്ച പണിയെടുക്കുമ്പോൾ എനിക്ക് ശരിക്കും അന്ന് ശരിക്കും ഒരു 450 രൂപ കൂലി കിട്ടുമായിരുന്നു ഒരു ദിവസം. 20 വർഷം മുമ്പൊക്കെ. ആ കൂലി എനിക്ക് ശനിയാഴ്ച തിരിച്ചു പോരുമ്പോ ഉണ്ടാവില്ല. എൻ്റെ കയ്യില് ഒന്നും ഉണ്ടാവില്ല. ഞാൻ ശനിയാഴ്ച പോരൂല. അതിന് ഞായറാഴ്ച അവിടെ നനയ്ക്കാൻ, കെട്ടിടത്തിന്റെ ഇതൊക്കെ നനയ്ക്കാൻ വേണ്ടിട്ട് നിൽക്കുമ്പോൾ ഒരു 100 രൂപ തരും. കുടിക്കാൻ വേണ്ടിട്ട് ആ 100 രൂപയ്ക്ക് വേണ്ടിട്ട് ഞാൻ അവിടെ വാർക്കപ്പണിക്ക്. അപ്പൊ ആ വാർക്കപ്പണി ആണ് എന്നെ ഏറ്റവും കൂടുതൽ പിന്നീട് കുടിക്കാനായിട്ട് നശിച്ച് പോയത്. ഇത്രയും കാലം പണിയെടുത്ത് 17 വർഷം വാർക്കപ്പണി എടുത്തു. 1 രൂപ എനിക്ക് മിച്ചമില്ല. എല്ലാം നഷ്ടങ്ങൾ മാത്രം. കടങ്ങളുടെ, അതായത് എന്റെ ബന്ധുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അങ്കമാലി മേഖലയിൽ ഞങ്ങൾ 800ഓളം വീടുണ്ട്. നല്ല തറവാടൊക്കെയാണ്. ഞാൻ അതമ്പതിച്ചു പോയി. എന്റെ വീട്ടുകാർ ഏത് വഴിയിൽ വെച്ച് കണ്ടാലും എന്നെ കാണുമ്പോഴത്തേനും അവർ മുഖം മാറ്റിയിട്ട് അങ്ങ് പോകും. അവർ മാറിക്കളയും. അവർ മുഖം അങ്ങോട്ട് മാറ്റും. ഒരു ഫംഗ്ഷൻ, ഒരു കാര്യം വീട്ടിൽ ക്ഷണിക്കാൻ വരില്ല. ഒരു കാര്യം ക്ഷണിക്കില്ല. അവിടെ ചെന്ന ഷാജുവിനെ ക്ഷണിക്കാൻ വരുത്തിയിട്ട് അവന് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നാൽ ഏതെങ്കിലും ഡെസ്ക് മറക്കേണ്ടാവും പോകില്ല.
അത് അവര് പഠിച്ചു വെച്ചു. നമ്മളൊരു കല്യാണ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു അത് മറിച്ച് ഒരു ഒച്ച ഉണ്ടാക്കിയിട്ട് ഒരു scene ഉണ്ടാക്കും. ഉണ്ടാക്കും. അപ്പൊ അവരെ കുറ്റപ്പെടുന്നല്ല, അവര് ചെയ്യുന്ന നമ്മളുടെ പ്രവൃത്തിയുടെ ഫലമാണ് അത് അവര് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ക്ഷണിക്കാതിരിക്കും. അപ്പൊ നഷ്ടങ്ങൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയേറെ അപമാനം ഏറ്റുണ്ടല്ലേ? അപമാനം ഏറ്റിട്ടുണ്ട്. അത് ഞാനൊക്കെ മഞ്ഞിക്കാട് ഞങ്ങളുടെ ഷാപ്പ് മഞ്ഞിക്കാടാണ് മെയിൻ ആയിട്ട്. അതിന്റെയൊക്കെ ഡെസ്ക് നല്ല ഹൈറ്റ് ഉണ്ട്. അവിടെ 5 കുപ്പി കള്ള് കയറ്റി വെച്ചിട്ട് ഞാൻ രാവിലെ കൊടി തുടങ്ങുള്ളൂ. 5 കുപ്പി വെക്കണം, 5 കുപ്പി കൊണ്ടുവന്ന് വെക്കണം. പിന്നെ അവിടെ നിന്ന് കൊടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 5 കുപ്പിയും കഴിക്കോ? അതൊന്നും അല്ല. പിന്നീട് തീർന്ന അപ്പൊ തന്നെ കൂട്ടി മേടിച്ച് വൈകുന്നേരം 8 മണിക്ക് ഷാപ്പ് അടപ്പിച്ച് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് വരും. അങ്ങനത്തെ ഒരു കൊടിയാണ്. അപ്പൊ എല്ലാം കൊണ്ടും ഇനി പറയാനായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും അതമ്പതിച്ച് താഴ്ന്ന് നഷ്ടപ്പെട്ട് ഏറ്റവും 0 ആണ് ഞാൻ കയറി നിൽക്കുന്നത്. അതെ അല്ലേ? ഓക്കെ. ശരിക്കും പറഞ്ഞ ഈ മദ്യം കഴിക്കുന്നത് വഴി ഒരു ഗുണമില്ല. 33-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചേ. കാരണം ആരും പെണ്ണ് തരൂല. അതെ അതെ അതെ. ഈ കല്യാണം കഴിക്കുന്ന സമയത്ത് മദ്യപാനം ഉണ്ടായിരുന്നു. അതിനുശേഷം 6 വർഷം കൂടി കഴിച്ചായിരുന്നു. അതെ. മകള് ജനിച്ച് മകൾ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ മദ്യപാനം നിർത്തിയത്. അത് ശരി. അപ്പൊ ഭാര്യയുമായിട്ടും കലഹങ്ങൾ ഉണ്ടാവും? കലഹങ്ങള് ഉണ്ടായിട്ടില്ല. അതുണ്ടായിട്ടില്ല. ഇല്ല. കാരണം എന്നെ കൂടുതൽ വീട്ടിൽ കിട്ടണില്ലല്ലോ. ഞാൻ ബാംഗ്ലൂർ, മൈസൂർ, ഇവിടെ കർണാടകയിലൊക്കെ ആയിട്ട് അങ്ങനെ പണിയെടുത്താണ് വരാത്തതുകൊണ്ട് അങ്ങനെ 2-3 മാസത്തും ഒന്ന് വരും. അത് പിറ്റേ ദിവസം തന്നെ വിട്ടുപോകും. കാരണം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൻ ശരിക്കും നല്ല ബൈബിൾ ആളാണ്, നന്നായിട്ട് ബൈബിൾ പ്രസംഗിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു പേടി എനിക്കുണ്ട്. ഇന്നും അപ്പന്റെ കീഴിൽ നിന്നുകൊണ്ട് മാത്രം ഞാൻ അത് ശരി വർക്കുകൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അപ്പനോട് ആലോചിച്ചിട്ട് ചെയ്യും. അതെ അല്ലേ? അന്ന് നമുക്ക് അതിന് സാധിച്ചില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എന്ത് ചെയ്താലും അടിയാണ്. ചാട്ടവാറിന് അടിക്കണവരെ അടിക്കും. അതായത് അപ്പനടിക്കും ചാട്ടവാറിനടിക്കുന്നവര്. അത് കൊണ്ട് സഹിച്ചിട്ട് ഒറ്റ പോക്കാ. പിന്നെ പോണത് കുടിക്കാൻ ഷാപ്പിലേക്ക് തന്നെ പോകണം. അല്ലാണ്ട് വേറെ എങ്കിലും ചെറുപരുവം തുടങ്ങി മദ്യം കഴിച്ച് വരുമ്പോ അപ്പൻ ഇഷ്ടപ്പെടില്ല. മദ്യം കഴിച്ചെന്നായാലും എന്ത് ചെയ്തിട്ട് വന്നാലും എന്നിട്ട് അപ്പൻ ശ്ലോകമൊക്കെ പറയും. എത്ര നല്ല ഇത് ചെയ്തു വന്നാലും സ്വന്തം മക്കളെ സ്നേഹം ഉള്ളിലെ കാണിക്കാവൂ. പക്ഷെ അപ്പൻ അന്ന് അത് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് വിഷമം വന്നു വീണ്ടും കുടിക്കും. ആ വിഷമം കൂടും. അതെ. നഷ്ടങ്ങൾ മാത്രമാണ് ഇത് മദ്യപാനം വഴി ലഭിക്കുന്നത് അല്ലേ? അമ്മ രോഗിയാണ്. അമ്മക്ക് ഇങ്ങനെ ഇവിടെ തുടങ്ങിയുള്ള എല്ല് ഒക്കെ ബോളിന്റെ ഗ്യാപ്പ് എല്ലാം മച്ച വളരുന്ന അസുഖമാണ്. അതെയോ? അപ്പൊ ഇതൊന്നും എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. ഞാൻ കുടിച്ചു നടക്കുമ്പോ അപ്പനമ്മേനെ നന്നായിട്ടൊന്ന് കെയർ ചെയ്യാനോ സ്നേഹിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ബന്ധങ്ങൾ നഷ്ടപ്പെടും, സാമ്പത്തികം നഷ്ടപ്പെടും, തന്നെ കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെടും അല്ലെ? എല്ലാവരും നഷ്ടമാണ്. ഇന്നിപ്പോ 83 വയസ്സുണ്ട് അപ്പന്, 80 വയസ്സ് അമ്മയ്ക്കുണ്ട്, എന്റെ കൂടെ ഉണ്ട്. ഞങ്ങള് സന്തോഷമായിട്ട് പോകണം അല്ലേ? ഓക്കെ, നമുക്ക് ആ വിശേഷത്തിലേക്ക് വീണ്ടും വരാം കേട്ടോ. യെസ്. ഓക്കെ. എന്ത് തങ്കപ്പച്ചേട്ടൻ എന്ന് പറയുന്നു? തങ്കപ്പച്ചേട്ടന്റെ ജീവിതത്തിൽ 6 വർഷമല്ലേ മദ്യപാനം ഉണ്ടായിരുന്നേ? മദ്യം നിർത്തിയിട്ടിപ്പോ 6 വർഷമായി. എത്ര വർഷം മദ്യം കഴിച്ചിരുന്നു? ഒരു 15 വർഷത്തോളം റെഗുലറായിട്ട് ഞാൻ മദ്യം കഴിച്ചിട്ടുണ്ട്. റെഗുലറായിട്ട് ചെറുപ്പത്തിലെ മിതമായ രീതിയിലൊക്കെ പോയെങ്കിലും പിന്നീട് കൂടി വന്നു. 25 വയസ്സിൽ 26ാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചു. എന്റെ അമ്മായിയുടെ മോളാണ്. അപ്പൊ അടുത്ത രീതിയിലാണ് കല്യാണം കഴിച്ചത്. അപ്പൊ കല്യാണം കഴിക്കുമ്പോഴൊക്കെ മദ്യം കഴിക്കുന്നുണ്ട്. ഇവർക്ക് കൂടുതൽ അറിയില്ല. പിന്നീട് കുട്ടികളായി അങ്ങനെ ഓരോന്നായി കഴിഞ്ഞു. ഇപ്പൊ പിന്നെ ഇടയ്ക്ക് മദ്യപാനം കൂടി. പിന്നെ റെഗുലറായിട്ട് മദ്യം നല്ലോണം കഴിച്ചു തുടങ്ങി. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ മദ്യം കഴിക്കുന്നതിൻ്റെ ആ വിപത്ത്, അതായത് എൻ്റെ കൂടെ അല്ലെങ്കിൽ മദ്യം ഓവറായിട്ട് കൂടി തുടങ്ങിയപ്പോൾ ഇത് ഭാര്യയോ മക്കളെ കൊണ്ട് ഇവരെ കൊണ്ടുപോയാൽ ഇവർ എങ്ങനെ വീട്ടിൽ തിരിച്ചു വരുമെന്നൊരു സംശയം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്കൊരു ഓട്ടോറിക്ഷ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഓട്ടോറിക്ഷയൊക്കെ വണ്ടി കയറി കഴിഞ്ഞാൽ ഒരു ഡ്രോ ഉണ്ട് ഇങ്ങനെ വയ്ക്കാൻ. അതിൽ സാധനം മേടിച്ചു വയ്ക്കും. ഞാൻ അത്യാവശ്യം അടിച്ചിട്ടുണ്ടാവും. ഇവരെയും കൊണ്ട് പോണത് അങ്കമാലി ടു ഇത് അടിച്ചിരി എന്ന് പറഞ്ഞ ദൂരം 21 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകുന്ന മെയിൻ വഴിക്കുണ്ട്. അതൊക്കെ എനിക്കൊരു വെറും ഒരു 25 മിനിറ്റ് ഒക്കെ മതി. അത് പെട്ടെന്ന് നമ്മൾ എത്തും. ഇത് അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇവര് ഉണ്ടോന്ന് ബാക്കിലുണ്ടോന്ന് പറഞ്ഞാൽ ഞാൻ നോക്കാറൊന്നുമില്ല. അതെയോ? അപ്പൊ ആ രീതിയിൽ ഇവരെ കൊണ്ടുപോയി. അപ്പൊ അവര് വണ്ടിയിലിരിക്കുന്നത് ഇവര് പേടിക്കാണ്ട് ഈ കുട്ടികളല്ലേ. ഇവരും പേടിന്ന് പറഞ്ഞ ജീവൻ പണി വെച്ചിട്ടിരിക്കണേ. കൂടാതെ തന്നെ ആരോട് എന്താ സംസാരിക്കുക, എപ്പോ എങ്ങനെ സംസാരിക്കണമെന്ന് ഒരു പിടിപാടുമില്ല. ആണാണോ കലഹം വെച്ചാല് ഇവർക്ക് സ്വാഭാവികമായിട്ടും പരിക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ. കുട്ടികൾക്ക് അത്ര അറിയാറായിട്ടില്ല. ആ പ്രായത്തിലാണ് മദ്യം കൂടുതൽ വെച്ച് തുടങ്ങിയത്. അപ്പൊ രാത്രി വണ്ടി ഇവര് കൊണ്ടുപോയിട്ട് കാലത്ത് എണീറ്റ് പതുക്കെ നോക്കും വണ്ടി കൊണ്ടിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട്, എവിടെ കിടക്കുന്ന അറിയാനായിട്ട്. അപ്പൊ അത്ര ബോധമില്ലാണ്ട് വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. ഇത് കഴിഞ്ഞിപ്പോൾ ആരോട് ഇപ്പോൾ അച്ഛനെ കണ്ടാലും അപ്പോഴത്തെ ഒരു മൈൻഡിനെ ഒരു സംസാരിച്ചു. അച്ഛനോടാണ് സംസാരിച്ചത്. അച്ഛനോട് എന്താ സംസാരിച്ചത്, ആരോടാണ് ഇനി സ്ത്രീയോട് വേറൊരാളുടെ ഭാര്യയാണ് അല്ലെങ്കിൽ മക്കളാണ്, അവരോട് എന്താ പറഞ്ഞതെന്ന് തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല ബന്ധങ്ങളും അതായത് വരുന്നുണ്ട്. അവൻ അന്നത്ര ചീപ്പല്ല, അത്ര ചീപ്പായിട്ടാണെന്നില്ല. പക്ഷേ എങ്കിലും അവരൊക്കെ മനസ്സിൽ നമ്മള് മദ്യം കഴിക്കുന്ന ആളാണ്,
ഓവറായിട്ട് സംസാരിക്കും. മദ്യം കഴിച്ചാൽ പിന്നെ വർത്തമാനത്തിന് ബഹളായിരിക്കും. അത് ശരി. ചിലര് മദ്യം കഴിച്ച മിണ്ടൂലില്ല. ഞാനൊക്കെ പക്ഷെ തങ്കച്ചേട്ടൻ നന്നായി സംസാരിക്കും അല്ലേ? ഓപ്പോസിറ്റാ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ വരണ്ട് മാത്രമല്ല എനിക്കൊരു സ്വഭാവം കൂടിയുണ്ട്. ഇങ്ങനെ തോണ്ടലുണ്ട്. മദ്യം കഴിച്ച് ഇങ്ങനെ തോണ്ടും. നമ്മൾ പറയുന്ന ആള് ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. അത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ തോണ്ടണേ. നമ്മൾ പറയുന്നത് കേൾക്കാൻ, അവർ കേൾക്കാനായിട്ട്. അപ്പൊ പിന്നീട് ആ സ്വഭാവം പറയുന്ന പലരും കളിയാക്കും. ഇത് മാറിയൊക്കെ തോണ്ടുന്നു പറഞ്ഞു. അതാണ് പെണ്ണതും ഭേദമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പല ബന്ധങ്ങളും ഇഷ്ടക്കുറവില് ഉണ്ടാവുക. പിന്നെ ഒരാള് മരിച്ച് ഇപ്പൊ അടുത്തല്ല ഈ മദ്യം കുറച്ച് മുമ്പിട്ട് സംഭവം വീടിന്റെ അടുത്ത ആള് മരിക്കാണ്. അപ്പൊ മരിച്ച് അപ്പൊ ഒരാൾ പറയുന്നുണ്ട് ആ മരിച്ച ആളുടെ ചേട്ടനാ പുള്ളി വരും. ഒരു പുള്ളിക്കാരത്തിന്റെ ബന്ധു കൂടിയാണ്. അപ്പൊ വരുമ്പോ എനിക്കറിയാം ആള് വന്നു കഴിഞ്ഞാൽ സ്മോൾ ചോദിക്കും. വേഗം അടിച്ചില്ലെങ്കിൽ ഇപ്പൊ ബീവറേജ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം 5-10 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഈ ബീവറേജ് പോയി മുമ്പ് തന്നെ എന്റെ വണ്ടിയിൽ സ്റ്റോക്ക് ചെയ്തു. ഇയാള് വരുമ്പോ മേടിക്കുന്ന എനിക്കറിയാം. പറയൊക്കെ പോയി ഇഷ്ടം പോലെ ചാരാൻ കുടിച്ചിട്ടുള്ള. അപ്പൊ ആള് വരുമ്പോ അളിയ മേടിക്കുന്നു പറയും. കളിയന്മാരാണല്ലോ. മദ്യം കഴിച്ചാൽ അല്പയ പിന്നെ കളിയന്മാരാ. അപ്പൊ ഇത് പറയുന്നത് എനിക്കറിയാം. വേഗം ഞാൻ കുറച്ച് സാധനം മേടിച്ച് സ്റ്റോക്ക് ചെയ്തു. അന്ന് തന്നെ വേറെ സുഹൃത്തിന്റെ കല്യാണ തലേന്നാണ്. അവിടെ ഈ ബോഡിയൊക്കെ പറഞ്ഞേക്കും ബോഡി പോയി ഇവിടെ വന്നു. ആ രാത്രിയിൽ നേരം വെളുക്കുമ്പോ ഞാനും എൻ്റെ ഒരു സുഹൃത്തും മരിച്ചുപോയി. വെള്ളടിച്ചതിന് മരിച്ചാൽ ഇവരൊക്കെ പോയിട്ട് മരിച്ചതാ. ഞങ്ങൾ രണ്ടുപേരും കസേര ബോഡിയുടെ ഇപ്പുറത്ത്. അതായത് ആ വീട്ടുകാരും അയാളുടെ ഭാര്യ പോലും കിടന്നുറങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നോട് കാലത്ത് പലരും ചോദിച്ചു, തങ്കപ്പെട്ട എന്തിനാ ഇന്നലെ പണി കാണിച്ചേ? ഏത് പണി? അപ്പൊ ഇന്നലെ ചേട്ടനും രാജേഷും മാത്രം ഇറങ്ങിണ്ടായില്ലല്ലോ. നമ്മളെ സ്വഭാവത്തിലിരിക്കാൻ കൊണ്ട് ഇരിക്കുമോ? ഇന്നിരിക്കാൻ പോയിട്ട് ആ പരിപാടിയിൽ ബന്ധപ്പെട്ട് ആ ചടങ്ങ് കഴിഞ്ഞാൽ നമ്മളപ്പോൾ വീട്ടിൽ പോരാ. അന്ന് അത്രയും മോശമായ രീതിയിൽ ഒരുപാട് പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട്. സുബോധം പോവല്ലേ? പോയാൽ പിന്നെ എന്താ ചെയ്യണമെന്ന് പിടിയില്ലല്ലോ. ഒരുപാട് എനിക്ക് ഉണ്ടാവുന്നു. ഞാൻ ആരുമായിട്ട് കലഹിക്കുന്ന ഒരാളല്ല. പക്ഷെ ഈ മദ്യം കഴിച്ചതിന് 1-2 പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. പോലീസ് കേസ് ഇതൊക്കെ ആണെങ്കിൽ ചെയ്യില്ല. കാരണം അന്നത്തെ വാശിക്ക് അവരുടെ കുറ്റകൃത്യങ്ങൾ ചെയ്യാനായിട്ട് കൂടുതൽ പ്രേരണ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ജയിലിൽ പോകുന്ന വകുപ്പ് കേസ് വരുന്നുണ്ടായിരുന്നു. വീട്ടിൽ കയറി തലന്റെ കേസ് ഉണ്ടായിരുന്നു. കാരണം ഓർമ്മക്കുറവില് ചിലരൊക്കെ പെട്ടെന്ന് അടി. അതെ, അങ്ങനെ 1-2 കേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഈ മദ്യം തന്നെയാ. മദ്യത്തുകൊണ്ട് ആരോഗ്യപരമായിട്ടും ശാരീരിക ആരോഗ്യം പൊതുവെ ഇത് മാത്രമേ ഉള്ളൂ. ഗുണമൊന്നും നേരത്തെ ജോസിന് പറഞ്ഞ പോലെ ഈ പറഞ്ഞ സംഭവം എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഏത് ബോക്സിൽ ഇറച്ചി ഞാനൊരു കമ്പനിയിൽ 10-15 വർഷം ജോലി ചെയ്തിട്ടുണ്ട് അങ്കമാലിൽ. അങ്കമാലിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും നല്ല ബാറിൽ ഏതെങ്കിലും നമുക്ക് സ്ഥിരം ഇടയ്ക്ക് കയറും. 4 മണിക്ക് കമ്പനി പണി കഴിഞ്ഞാൽ വരുമ്പോൾ അതേ ബാറിൽ കയറും. അവിടെ പരിചയം ഉണ്ടാവും. അവിടുന്ന് വരുമ്പോൾ ഈ അങ്കമാലിൽ പോർക്കിനൊക്കെ ഇറച്ചിയൊക്കെ സംഭവമല്ലോ. എൻ്റെ വീട് അടിച്ചില്ലാണ്. പോരുമ്പോൾ ബാറിൽ കയറി മുമ്പ് അടിക്കും. അപ്പൊ എന്തെങ്കിലും കിട്ടുന്ന മേടിച്ച് ചേട്ടൻ പറഞ്ഞ പോലെ എന്തെങ്കിലും മീനോ ഇറച്ചിയോ സാധനം മേടിച്ച് വണ്ടിയിൽ പെട്ടിയിൽ വയ്ക്കും. വീട്ടിലൊരു എടുക്കാൻ മറന്നു പോകും. വണ്ടറി പെട്ടിയൊന്നത് തുറക്കാനായിട്ട് ഇവർക്ക് അറിയില്ലോ. ഒരു ബോക്സ് ഉണ്ടല്ലോ സാധനം. 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റേ ദിവസം ഈ ചോറ് വെക്കാൻ നോക്കുമ്പോൾ ചീഞ്ഞ ഈ കവറിൽ നിന്ന് പുഴ ചിലപ്പോ ഈ വെള്ളം അടിച്ച് 2 ദിവസം ജോലിക്ക് പോവില്ല. തുറക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേക്ക് ഇതിലിരിക്കുന്ന ഇറച്ചിയും മീനും ആ സാധനം ചീഞ്ഞ് നാറിയുണ്ടാവും. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഈ തൃശ്ശൂര് പോയിട്ട് ഇതേപോലെ തൃശ്ശൂർ യാത്ര പോയി. ഞാൻ തങ്കപ്പേട്ടൻ പറഞ്ഞപ്പോ എനിക്ക് അതൊരു ഓർമ്മ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഞാൻ അവിടെ നിന്നൊരു മീനിന്റെ തല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏട്ടത്തല കിട്ടി. അവിടുന്ന് 4 പെഗ് അടിച്ചിട്ടുണ്ട്. 4 ഏട്ടത്തല മേടിച്ച് അയൽവക്കത്തൊരു വെല്ലിപ്പനുണ്ട്. വെല്ലിപ്പനും ഇത് ഇഷ്ടമായതുകൊണ്ട് അതും കൂടി മേടിച്ച് കവറിലാക്കി പോന്നു. നേരെ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ വണ്ടി വെച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി ഈ തലയും കൊണ്ട് നേരെ രചന ബാർ തൊട്ടടുത്ത് ബാറിൽ കയറി. അവിടെ നിന്ന് കയറിക്കൊണ്ട് അവിടെ നിന്ന് ഒരു 4 മണി വിട്ടു. ഞാൻ എന്തായാലും തല കൊണ്ട് വെച്ച് തിന്നാലോ. പക്ഷെ അത് കഴിച്ചോടുകൂടി ബോധം പോയി. ഞാൻ ആ രചനയുടെ ഫ്രണ്ടിലുള്ള പോസ്റ്റിന്റെ ഇടയ്ക്ക് ഈ 4 തലയും വെച്ചിട്ട് വണ്ടി കയറി പോകുന്ന ഒരനുഭവം ഞാൻ ഇത് കൂടെ പങ്കുവെച്ചാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ അപ്പൊ ഇതുകൊണ്ട് ദൂഷ്യമല്ലാണ്ട് ഒരു ഗുണമില്ല. അതുകൊണ്ട് ഒന്നും സമ്പാദിക്കാനില്ല. കാരണം അന്ന് ഇത് പല രീതിയിലും ഇപ്പൊ ചേട്ടൻ പറഞ്ഞ എനിക്ക് വണ്ടി കച്ചവടം ഉണ്ടായിട്ടുണ്ട്, ചെത്ത് ഉണ്ടായിട്ടുണ്ട്, പല മേഖലയായിട്ട് ബന്ധമുള്ള ആളാണ് ഞാൻ. പക്ഷെ അന്നൊക്കെ ഇന്നത്തെ പോലെ അന്നായിരുന്നെങ്കിൽ പലതും നമുക്ക് നമ്മുടെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ വെറും പട്ടപൂജ്യം. പക്ഷെ അതും എല്ലാവരും അനുഭവം പറഞ്ഞ പോലെ ഞാനും ഒരു പട്ടപൂജ്യമായിരുന്നു. കൂട്ടത്തിൽ എന്തുണ്ടായിരുന്നു, കുട്ടികൾ പഠിച്ചു. അതായത് മോള് നേഴ്സിംഗ് ആയി, മോനെ ഒരുമാതിരി അവൻ പഠിച്ചു, പഠിച്ചു പുറത്തു പോയി. അതുകൊണ്ട് രക്ഷപ്പെട്ടതല്ലാണ്ട് എന്നെ കൊണ്ട് ഒന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. കാരണം അന്ന് മദ്യം കഴിക്കൽ ഇന്നത്തെ പോലെ ആണെങ്കിൽ 100% തൊട്ടതൊക്കെ പൊന്നയ്യനെ. പക്ഷെ അതൊക്കെ നശിക്കുക മാത്രമേ ഉണ്ടായുള്ളൂ. യഥാർത്ഥത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ മദ്യപാനം വഴി ഒരു നേട്ടവും നിങ്ങൾക്കുണ്ടായിട്ടില്ല, ഒരു മദ്യപാനിക്കും ഉണ്ടാവില്ല.
അല്ലേ? പ്രിയമുള്ളവരെ, ഇവരുടെ പങ്കുവയ്ക്കലിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. മദ്യപാനികൾ അനുഭവിക്കുന്ന ഒത്തിരിയേറെ മോശമായ കാര്യങ്ങളുണ്ട്. അവർക്ക് വരുന്ന ഒത്തിരിയേറെ നഷ്ടങ്ങൾ ഒരാൾ പോലും പങ്കുവച്ചില്ല മദ്യപാനം വഴി എന്തെങ്കിലും നേട്ടമുണ്ടതായിട്ട്. ഇവരുടെ ഷെയറിങ് തീർന്നിട്ടില്ല. അടുത്ത എപ്പിസോഡിൽ ഇവരുടെ ഭാര്യമാർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ മദ്യപാനം വഴി ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് വിമുക്തരാകാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ബന്ധങ്ങൾ വളരട്ടെ, കുടുംബങ്ങൾ ശക്തിപ്പെടട്ടെ. അല്ല, നമുക്ക് വേറെ കല്യാണങ്ങൾക്കോ വല്ല ഫംഗ്ഷൻ എന്തെങ്കിലും പോകുമ്പോൾ ആള് കുടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ വളവളാന്നിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അതായത് ഒരു പൊതുസമൂഹത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ചെല്ലുമ്പോൾ ഭർത്താവിനെ കൂട്ടി പോകാൻ പറ്റില്ല. കുടിച്ചു കഴിഞ്ഞാൽ ആളിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഓവറായിട്ട് സംസാരിക്കും. അത് ഒത്തിരി അപകടങ്ങളിലേക്ക് ചെന്ന് വിടണ്ട് മദ്യത്തിന്. കാരണം വെച്ചാൽ നമ്മളെ അറിയാതെ കൊണ്ട് ഞാനിവിടെ എറണാകുളത്ത് ഒരു ഫ്ലാറ്റിന്റെ പണിയിൽ നിൽക്കുന്ന സമയത്ത് 6, 7, 8 നിലയുടെ ഒക്കെ പൊക്കത്തിലെത്തി. അപ്പൊ അതിന്റെ ഫില്ലറുമൊക്കെ രാവിലെ 9:30 ഞാൻ മദ്യം അടിച്ച് ഭയങ്കര പറ്റായിട്ട് പണി സൈഡിൽ നിൽക്കണേ. അപ്പൊ ഈ ഫില്ലറിന്റെ ഒരു കമ്പിയുടെ ബലത്തിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പൊ അതൊന്ന് ചിന്തിക്കാനായിട്ട് അന്ന് നമുക്ക് പറ്റിയിട്ടില്ല. അതിനുള്ള സുരക്ഷിത മാർഗങ്ങൾ പോലും നമ്മൾ അവലംബിക്കില്ല. അതായത് ലിവർ സിറോസിസ് വന്നിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ അവൻ നോക്കിയപ്പോ അവിടെ അടിക്കാൻ പോകണ പറ്റണില്ല. ചാലക്കുടിയെല്ലാം പരിചയ. അതെ, നേരെ ഒരു ബസ്സിൽ കയറി അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി കിടക്കുന്ന സമയത്ത് ചാലക്കുടി വന്ന് മദ്യം കഴിച്ച ആഴ്ചയിൽ മരിച്ചു. ഇനി മദ്യം കഴിച്ച അതായത് ജീവിതം മരിക്കാൻ പോവാണെന്ന് കരുതിയാ പോലും ഇതിന്ന് പിന്നെ അതെ 100%. ഈ പറഞ്ഞ അമ്മയ്ക്ക് ഭയങ്കര വിഷമാണ്. മോൻ പോയാലും ഭയങ്കര വിഷമം. വെള്ളം കുടിക്കില്ല, ഒന്നും ഭക്ഷണം കഴിക്കില്ല. അമ്മ മലയാറ്റൂര് മല കയറി മോന് വേണ്ടി പോയിരുന്നു. അമ്മക്കില്ല, അമ്മ മരിച്ചിട്ട് ഇപ്പൊ 12 കൊല്ലായി. ഒത്തിരിയേറെ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അമ്മ. വെള്ളമൊന്നും കുടിക്കാണ്ട് ഇതൊക്കെ ചെയ്ത് മോന് വേണ്ടി കൊന്തച്ച് നേരം വെളുപ്പിച്ചിട്ടുണ്ട് അമ്മ. അപ്പൊ അതൊക്കെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. മോൻ എന്തുകൊണ്ടെന്നാലും അമ്മ അത് നന്നാക്കി റെഡിയാക്കി ഒപ്പത്തിലിരുന്ന് ഏത് പാതിരയ്ക്ക് വന്നാലും അമ്മ ശരിയാക്കിയൊക്കെ കൊടുക്കും. അങ്ങനത്തെ ഒരു അമ്മയായിരുന്നു. സ്നേഹക്കൂടാരം